അസ്സലാമലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പാഠം ഹുറൂഫ് ക ബയാൻ, അതായത് ഹർഫുകളുടെ വിശദീകരണം. അതായത് ഹർഫുകൾ, ഒരുപാട് ഹർഫുകൾ നമ്മൾ കാണാറുണ്ട്. അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അത് വരുമ്പോൾ എങ്ങനെയാണ് അർത്ഥവ്യത്യാസങ്ങൾ വരിക എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ വിഭാഗം, അതായത് ഒന്നാമത്തത് അസ്ലം ക ഗർ ബഡാഹെ, അസ്ലമിൻ്റെ വീട് വലിയ വീടാകുന്നു. മൈനെ, ഞാൻ കിതാബ് മേസ് പർ രക്കി, ഞാൻ കിതാബ് മേശയുടെ മേലിൽ വെച്ചു. മൈനേക്ക് ഇൻസാൻ കോ ഖിലായ, ഞാനൊരു മനുഷ്യനെ തീറ്റിപ്പിച്ചു, അതായത് അയാൾക്ക് ഭക്ഷിപ്പിച്ചു. ഗർമേ കോൻ ഹെ, വീട്ടിൽ ആരാകുന്നു. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തേത് പറഞ്ഞാൽ മേ ഷബോ റോസ് മെഹ്നത്ത് കർത്താഹു, ഞാൻ രാത്രിയും പകലും അധ്വാനിക്കുന്നു. അടുത്തത് പാനി ലാവോ, വെള്ളം കൊണ്ടുവരൂ. യാ ദൂത്, വെള്ളമോ അല്ലെങ്കിൽ ദൂത് പാലോ കൊണ്ടുവരൂ. വോ ഹാസിർത്ത, അവൻ ഹാദിറായിരുന്നു, അതായത് അവൻ പ്രസൻ്റ് ആയിരുന്നു. മഗർ പക്ഷേ മുഹമ്മദോ, അവനാണെങ്കിൽ ഗായിബായിരുന്നു, അതായത് ആബ്സെൻ്റ് ആയിരുന്നു. നബീൽ കെ സിവ, നബീലിനെ കൂടാതെ സബ് ഹാസിർത്തെ, നബീലല്ലാത്ത ബാക്കി എല്ലാവരും ഹാജറായിരുന്നു. മുജെ, എനിക്ക് ബുഖാർത്ത, എനിക്ക് പനിയായിരുന്നു. ഇസ്ലിയെ, ഈ കാരണത്താൽ മേ ആജു സ്കൂൾ നഹി ഗയ, ഞാൻ സ്കൂളിൽ വന്നിട്ടില്ല. അഗർ ആപ്പ് നെ ആയേ തോ, നീ വന്നിട്ടില്ലെങ്കിൽ മേ ജാവുക, ഞാൻ പോവും. നീ വന്നിട്ടില്ലെങ്കിൽ മേ ജാവുക, ഞാൻ പോവും. ഹമാരി മുറാദ് യേ ഹെ, നമ്മുടെ മുറാദ് ഇതാകുന്നു. കെ, എന്തെന്നാൽ മദ്ഹബ് കി തബ്ലീഗ് കരേ, എന്താ പറയുക, മതത്തിനെ, അതായത് ഓരോ റിലീജിയനെയും തബ്ലീഗ് കർണ എന്ന് പറഞ്ഞാൽ പ്രബോധനം ചെയ്യാം, അതായത് നമ്മളെ ഉദ്ദേശം. ഇനി മൂന്നാമത്തത് മേ ബി ഗയാത്ത, ഞാനും പോയിരുന്നു. മേത്തോ, ഞാനാണെങ്കിൽ നെഹി ചൽത്ത, അങ്ങനത്തെ ഒരു അർത്ഥം ഉണ്ടാവും കേട്ടോ. ഞാനാണെങ്കിലോ നെഹി ചൽത്ത, വന്നിട്ടുമില്ല. നാലാമത്തെ എ ബി ആയാത്ത, ഇതും ഇവനും വന്നിരുന്നു. മൈതാൻ മേ ബിക്കിരി ബി തീ, മൈതാനിൽ ആരുണ്ടായിരുന്നു? ബിക്കിരി ബി തീ, ആടുമുണ്ടായിരുന്നു. അഞ്ചാമത്തത് ആഹാ ക്യാ മിഠാ ആമഹേ, എന്തൊരു മധുരമുള്ള മാങ്ങയാകുന്നു. മേ ക്യാ കറൂ, ഞാൻ എന്തു ചെയ്യും. ഛേ യേ ക്യാ, ഇത് എന്താണ്. സുബ്ഹാനല്ലാ, വൈസിയേക്ക് ബാത്ത് ഹുയി, ഇങ്ങനെ ഒരു കാര്യമോ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി അല്ലേ. അല്ല അമാൻ മുജേ ബച്ചാവോ, എന്നെ രക്ഷിക്കൂ. ഇതൊക്കെ ഒരു നമ്മൾ വിചാരിക്കാതെ ഇങ്ങനെ ഇൻസിഡൻഷ്യലായിട്ട് വരുന്ന കാര്യങ്ങളാട്ടോ, അതായത് അവിചാരിതമായിട്ട് ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. ജസാക്കല്ലാ യേ കാം അച്ഛാ ഹോ ഗയ, ഈ കാര്യം, ഈ പ്രവർത്തനം അടിപൊളിയായിട്ടുണ്ട് അറിയും. ഇനി നമ്മളിതൊക്കെ അർത്ഥം വെച്ച് തന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഓരോ ഉദാഹരണം ഏതിനൊക്കെ ഉള്ളത് നമുക്ക് നോക്കണം. കായിക നോക്കാം. ഹുറൂഫ് എന്ന് പറഞ്ഞാൽ, അല്ല ഹർഫ് എന്ന് പറഞ്ഞാൽ വോ കലിമ ഹെ, അതൊരു കലിമത്താകുന്നു. ജിസ്കെ, അതിന് ഹുദ് കോയി മാന, അതിന് സ്വയം കോയി മാന, ഏതെങ്കിലും ഒരു അർത്ഥം സമജ്മേന ആയ, മനസ്സിലാവൂല. അതായത് സ്വയം അത് വന്നാൽ, ഒരു കോ വന്നാൽ അതിൻ്റെ അർത്ഥം സ്വയം കിട്ടോ? ഇല്ല. എന്നാലോ ലേക്കിൻ, പക്ഷേ ദൂസരേ കലിമോ, മറ്റു കലിമത്തുകൾക്കോ അല്ലെങ്കിൽ ഈ ജുംലോക്കോ മറ്റു ജുംലകൾക്കോ ആപ്പസ്മേ പരസ്പരം മിലാനേക്ക്, ചേർക്കുന്നതിൻ്റെ കാംകരെ, പ്രവർത്തനം ചെയ്യുന്നു. അപ്പം പരസ്പരം ഒരു കലിമത്തോ അല്ലെങ്കിൽ ജുംലകളെയോ പരസ്പരം ചേർക്കുന്നതിൻ്റെ പ്രവർത്തനം ചെയ്യുന്നതായ ഒരു കലിമത്തിനാണ് എന്ത് നമ്മൾ പറയുന്നത്? ഹർഫ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. എന്നാലോ യാദ് രഹേ, ഇത് നിങ്ങൾ ഓർക്കണം. കെ എന്തെന്നാൽ ഹർഫ് കൊണ്ട് കിസി ജമാനേക്കേ മാനാബി, ഏതെങ്കിലും ഒരു സമയത്തിൻ്റെയോ കാലത്തിൻ്റെയോ അർത്ഥവും നഹി മിൽത്തേ ഹേ, കിട്ടൂല. അതായത് ഈ സമയത്തെ ഈ ഹർഫ് ഉപയോഗിക്കാൻ പറ്റുമോ, ഈ സമയത്തെ ഈ ഹർഫ് ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അറബിയിലൊക്കെ ആ ഒരു ഇത് വരുന്നുണ്ട്, ആ ശൈലി വരുന്നുണ്ട്. ഇതിലങ്ങനെയല്ല കേട്ടോ. ഇനി ഇതവോ 5 കിസ്മക്ക, അതൊരു 5 കിസ്മാണ്, അതായത് 5 തരമാണ് ഈ എന്താ പറയുക ഹർഫുകൾ പറയാൻ പോകുന്നത്. ഒന്ന് ഹുറൂഫെ റബ്ബത്തിൻ്റെ ഹർഫുകൾ, ഹുറൂഫെ അത്ഫിൻ്റെ ഹർഫുകൾ, ഹുറൂഫെ തഖ്സീസ്, അതായത് പ്രത്യേകമായി വരുന്ന ഹർഫുകൾ, ഹുറൂഫെ ഷിർക്കത്ത്, അതായത് രണ്ട് പേരും തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ള അറിയിക്കുന്ന ഹർഫുകൾ, ഹുറൂഫെ ഫുജായി, അതൊരു പെട്ടെന്ന് വരുന്ന ഹർഫുകൾ. ഇങ്ങനെ 5 തരങ്ങളാണ്. ഹുറൂഫെ റബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഹർഫ് റബ്ബത്ത് വോ ഹർഫ്, അതൊരു ഹർഫാകുന്നു. ജോ ഏതാണോ, ഏക്ക് ഇസ്മ വോ ഗൈറ, അതായത് ഇസ്മോ അതല്ലാത്തതോ ആയതിന് ദൂസരേ ഇസ്മ, മറ്റു ഇസ്മിനോടോ അല്ലെങ്കിൽ സിഫത്തിനോടോ വഗൈറ, അതല്ലാത്തതിനോടോ മിലായ, ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഹർഫ് എന്നാണ് ഹർഫ് റബ്ബത്ത്. അതായത് ഈ ഇതിന് മറ്റതിലൊരു ചെറിയൊരു ഒരു ചേർച്ച ഉണ്ടെന്ന് അറിയിക്കും. അതായത് ഉദാഹരണം നമുക്ക് നോക്കാം. ജയ്സ് ഏതുപോലെ തെക്ക്, അതുവരെ, അപ്പോൾ ആ അതിലേക്ക് നമ്മൾ എന്താക്കി ചേർത്തി എന്നുള്ള അർത്ഥം. പിന്നെ ഉസ്മെ, അതിൽ കണ്ടോ. പിന്നെ ഉസ്കോ, അവനെ,
കണ്ടോ, ഈ ഒരു ഇസ്മ് മറ്റൊരു ഇസ്മിൻ്റെ എന്തോ ഒരു ചേർച്ച അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അർത്ഥം. പിന്നെന്താണ് ഉസ്സെ അതിനോട്, ഉസ്നെ അവൻ, അത് പറഞ്ഞാൽ നമ്മൾ ആ വോ നേ ആണ് ഉണ്ടാവുക, പക്ഷേ ആ നേ വന്നപ്പോൾ നമ്മൾ എന്താ ഉസ്സാക്കി മാറ്റിയതാണ്. പിന്നെ ഉസ്ക അതിൻ്റെ, കണ്ടോ, അപ്പം മറ്റൊരു ഇസ്മിനോടോ സിഫത്തിനോടോ ഒരു എന്തോ ഒരു ബന്ധം ചേർന്ന് വന്നപ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു ചെറിയൊരു ബന്ധം കിട്ടിയിട്ടുണ്ട് അല്ലേ, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഇനി ഹുറൂഫ് അദ്ഫ് പറഞ്ഞാൽ ഹർഫ് അദ്ഫ് ഹർഫ്, അതൊരു ഹർഫാണ്. ഏതാണ്? ദോ കലിമോ, രണ്ട് കലിമത്തുകളോ, യാ അല്ലെങ്കിൽ ജുംല ഓക്കെ ധർമ്മിയ, അല്ലെങ്കിൽ രണ്ട് ജുംലകൾക്കിടയിലോ ആപ്പസ്മേ അവർ തമ്മിൽ മിലാനെ കേലിയെ ആയേ, ചേർക്കാൻ വേണ്ടി വന്നതാണ്. അതായത് രണ്ട് ജുംല ഉണ്ടാവും, ഒരു ജുംല കഴിഞ്ഞിട്ട് ഈ ജുംല മറ്റേ ജുംലനോട് ബന്ധമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു ഹർഫാണ് എന്താ പറയുക, ഹുറൂഫെ അത്ഫ്. നോക്കുക, ഉദാഹരണം നോക്കുക, ജയ്സ് ചെയ്തതുപോലെ കെ എന്തെന്നാൽ. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു വന്നാൽ അതിനെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി കെ എന്തെന്നാൽ, അപ്പോൾ ഈ എന്തെന്നാൽ എന്നുള്ളത് മറ്റേ ലഫ്ലിനോട്, മറ്റേ കലിമത്തിനോടോ അല്ലെങ്കിൽ മറ്റേ ജുംലയോട് എന്ത് ബന്ധമുണ്ട്, അതിൻ്റെ ഇടയിൽ തമ്മിലൊരു പരസ്പര ബന്ധമുണ്ട്. പിന്നെ തോ, ഈ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആവും. പിന്നെ അഗർ എങ്കിൽ, അതായത് അഗർ ആകുമ്പോൾ ഇങ്ങനെ ഇസ്ലിയെ ഇക്കാരണത്തിന് വേണ്ടി ഇങ്ങനെ പറയും, അതിൻ്റെ ശേഷം പറയും ഇസ്ലിയെ ഇക്കാരണത്തിന് വേണ്ടി. അപ്പോൾ ആ മുറ്റേ ജുംലയോടൊരു ബന്ധമുണ്ട്. പിന്നെ ശിവ അവനെ കൂടാതെ, അതപ്പം അതിൻ്റെയൊക്കെ ഉദാഹരണം മുകളിൽ പറഞ്ഞിട്ടുണ്ടോ, എല്ലാത്തിൻ്റെ ഉദാഹരണം ഉണ്ടാവും. പിന്നെ മഗർ പക്ഷേ, ഇതൊക്കെ ചെയ്തു പക്ഷേ ഇങ്ങനെയാണ്. പിന്നെ യാ പാനി കൊണ്ടുവരോ അല്ലെങ്കിൽ ഇത് കൊണ്ടുവരാം, അപ്പോൾ രണ്ടിനും ബന്ധം കിട്ടുന്നുണ്ട്. പിന്നെ ഓനും വന്നു ഇവനും വന്നു, നമ്മളിങ്ങനെ പറയില്ലേ, അതാണ് സംഭവം. 3 ഹുറൂഫെ തഖ്സീസ് അതായത് ഒരു നമ്മളൊരു പ്രത്യേകത പറയാണ്. അതായത് എങ്ങനെയാ വെച്ചാൽ ഹർഫ് തഖ്സീസ് വോ ഹർഫ് ഹെ ജോ ഇസ്മോ യാ ഫീലുക്കെ സാത്ത് മിൽക്കർ, ഇസ്മിൻ്റെയോ ഫീലിൻ്റെയോ കൂടെ മിൽക്കർ ചേർന്നിട്ട് ഹുസൂസിയത് കെ മാന, അത് രണ്ടിനോട് ചേർന്നിട്ട് പ്രത്യേകതയോടെ ഒരു അർത്ഥം പൈദാ കർത്ത ഹെ ജനിപ്പിക്കുന്നു, ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ ഹുറൂഫെ തഖ്സീസ് എന്ന് പറയുന്നത്. ഏതുപോലെ കർത്ത ഹെ ജയ്സ്, ഏതുപോലെ തോ, ഇങ്ങനെ ആണെങ്കിൽ ഓക്കെ. ഇനിയിപ്പോൾ ഹി അത് തന്നെയാണ്, അതായത് അതിനൊന്ന് നമ്മൾ ഉറപ്പിക്കണല്ലേ, അത് തന്നെയാണെന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരു വേറൊരു പ്രത്യേക മീനിങ് കിട്ടുന്നുണ്ട്. ഇനി എന്താ പറയുക, 4 ഹുറൂഫ് ഷിർക്കത്ത്, അതായത് ഒരു ബന്ധം അറിയിക്കും. അതായത് ഹർഫ് ഷിർക്കത്ത് വോ ഹർഫ്, അതൊരു ഹർഫാണ്. ഏതാണോ ഷിർക്കത്ത് കെ മാന പൈതാകത്ത, അതായത് ഒരു ബന്ധത്തിൻ്റെ അർത്ഥം പൈതാ ചെയ്യുന്നു. ഉസ്ബി ജയ്സ്, ഏതുപോലെ ഉസ്ബി അതും അല്ലേ, ബി അതും, അങ്ങനെ നമ്മൾ പറയാം. അപ്പോൾ അതിന് ഇവനങ്ങനെ ചെയ്തു ഇതും ഇങ്ങനെ ചെയ്തു പറയുമ്പോൾ രണ്ട് തമ്മിലൊരു നല്ലൊരു അഭേദ്യമായ ബന്ധമുണ്ടെന്ന് അറിയിക്കുകയാണ്. ഇനി ഹുറൂഫെ ഫുജായി, അത് പെട്ടെന്ന്, അതായത് ഇൻസിഡൻ്റലായിട്ട് അവിചാരിതമായിട്ട് ആക്സിഡൻ്റിൽ നമ്മളിങ്ങനെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഹർഫുകൾക്കാണ് ഹുറൂഫെ ഫുജായി എന്ന്. ഹർഫ് ഫുജായിയ വോ ഹർഫ് ഹെ ജോ ഏതാണോ, ആ ഹർഫ് ഏതാണോ ഇൻസാൻ കി ജബാൻ സെ, അതായത് മനുഷ്യന്മാരുടെ നാവിൽ നിന്നും ഖുഷി സന്തോഷമോ അല്ലെങ്കിൽ ജോഷ് ആവേശമോ ഗം ദുഃഖമോ യാ അല്ലെങ്കിൽ കിസി മൗക്കി മുനാസ്, ഏതെങ്കിലും സന്ദർഭത്തിനോട് യോജിച്ചിട്ടുള്ള ബേ ഇഖ്തിയാർ, അതായത് നമ്മൾ എന്താ പറയുക അറിയാതെ, തിരഞ്ഞെടുക്കാതെ തന്നെ അറിയാതെ, അല്ലെങ്കിൽ ബേ സഖ്ത, അതായത് കൃത്യമല്ലാതെ. ബേ ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ അറിയാതെ, ബേ സഖ്ത പറഞ്ഞാൽ കൃത്യമല്ലാതെ നിക്കൽ ജായ പുറപ്പെടുന്നു. അങ്ങനത്തെ ഏതുണ്ടോ ആ ഹർഫുകൾക്കാണ് എന്ത് ഹുറൂഫ് ഫുജായ. ഉദാഹരണം നോക്ക്, ജസാക്കല്ല, ഒരു ഇതിനോട് നമുക്ക് അറിയാതെ കൊണ്ട് വന്നു പോവാണല്ലേ. അല്ലമാൻ, അല്ലോ വിശ്വസ്തത അല്ലേ, അല്ലമാൻ രക്ഷിക്കണം, പിന്നെ രക്ഷിക്കണേന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു രീതിന് മുമ്പ് അല്ലാ മാഷാ അല്ലാ അങ്ങനെയൊക്കെ പറയില്ല, സുബ്ഹാനല്ലാ ചി ആഹാ അങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഇങ്ങനെ അവിചാരിതമായി വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒക്കെ ഉദാഹരണങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെ അർത്ഥം പറഞ്ഞു തന്നുള്ളൂ, ഓരോന്നും നിങ്ങൾക്ക് വേർതിരിച്ച് എന്താക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ എന്താക്കാം മഷ്കിലേക്ക് പോവാണ്. മുന്ദരിജാദയിൽ ഫിക്രേസ്, അതായത് താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫിൽ നിന്ന് ഹുറൂഫ് കി കിസ്മേ ബയാൻ കറോ, ഹർഫുകളുടെ കിസ്മുകൾ വ്യക്തമാക്കൂ. അപ്പം നിങ്ങളെങ്ങനെ എഴുതേണ്ടി പറഞ്ഞാൽ ഓരോ ഹുറൂഫ് റബത്തുനിന്ന് ഒരു കോളം, അതിൻ്റെ അടുത്ത് ഹുറൂഫ് അത്ഫ്, അങ്ങനെ ഒരു 5 കോളം ഉണ്ടാക്കാം. എന്നിട്ട് ഇതിലുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഇതിലുള്ളത് ഇങ്ങനെ ഓരോന്നിങ്ങനെ കോളത്തിൽ ഇങ്ങനെ അടിയിക്കായിട്ട് ഇങ്ങനെ എഴുതാം, സെറ്റാവും. മേരാ ഗാവ് ബഹുത് ഖൂബ്സൂറത്ത് ഹേ, എൻ്റെ ഗ്രാമം വളരെ ഭംഗിയുള്ളതാകുന്നു. ഉസ്മേ ലഹ്ലാത്തെ ഗീത്ത്, അവിടെ അതായത് ആ ഗാവോയിൽ, അതായത് എൻ്റെ ആ ഗ്രാമത്തിൽ ലഹ്ലാത്തെ ഗീത്ത്, അതായത് ഫലഭൂഷ്ടിയുള്ള വയലുകളുണ്ട്, പാടങ്ങളുണ്ട്. ഓർ ബഹീ ദറിയ ഹെ, ഒരുപാട് എന്തുമുണ്ട്, നദികളുമുണ്ട്. അഗർ ആപ്പ് മേരെ ഗാവോ ദേഖേ തോ,
താങ്കൾ എൻ്റെ നാട് കാണുകയാണെങ്കിൽ, അതായത് കാണുമ്പോൾ, ഹൈറത്ത് ഹൈറത്ത് ജിദാ ഹോക്കർ, അതായത് അത്ഭുതപ്പെട്ടുകൊണ്ട് ബോലേങ്കി നിങ്ങൾ പറയും. കെ എന്തെന്നാൽ വാ കൈസി ഖൂബ്സൂറത്ത് ജഗാ ഹെ, എന്തൊരു മനോഹരമായ സ്ഥലമാകുന്നു. വോ മഞ്ചർത്തോ, അതും കാണുമ്പോൾ മസറത്ത് ബക്ഷ ഹെ, വളരെ ആനന്ദമാകും. ജബ് ഷാമെ, ഇനി വൈകുന്നേര സമയത്തിലാണെങ്കിലോ കീത്കി, അതായത് കീത്കി പറഞ്ഞാൽ വയലിൻ്റെ ചിടിയാം, ഒരുപാട് പക്ഷികൾ ഇതർസെ, ഇവിടെ നിന്നും തൻ്റെ അപ്പനെ ആഷിയാനോ കി തറഫ്, തൻ്റെ കൂടുകൾക്ക് നേരെ, കൂടുകളുടെ ഭാഗത്തേക്ക് ഉടുത്തി ഹെ, പാറി പറക്കുന്നത് എനിക്ക് കാണാം. സൂരജ് കെ ഡൂബ്നേക്കാ മൻസർബി, അതായത് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ കാഴ്ചയും, മൻസർബി കാഴ്ചയും, യഹാ ഖൂബ്സൂറത്ത് ദിക്കായി ദേത്താ ഹെ, ഇവിടെ ഭംഗി, വളരെ ഭംഗിയുള്ള എന്ത്, ഹൂബ്, നല്ലൊരു ഭംഗി എന്താക്കും, ദിക്കായി ദേത്താ ഹെ, കാണിച്ചു തരുന്നു. ശരിയാണ്. അപ്പോൾ ഇതിലുള്ളതൊക്കെ വേർതിരിച്ച് നിങ്ങൾ എഴുതുക. ഇനി രണ്ടാമത്തെ മുനാസിബ് ഹുറൂഫ് സെ ഖാലി ജഗ പുർക്കീജി, അതായത് യോജിച്ച ഹർഫുകൾ കൊണ്ട് വിട്ട ഭാഗം പൂർത്തിയാക്കിയാലും. ഞാൻ ഹർ വക്ത് അപ്പനെ ഉസ്താദ്, ഞാൻ എല്ലാ സമയവും എൻ്റെ ഉസ്താദ് ഡാഷ് ശുക്ർ ഗുസാർ ഹോ, അതായത് നന്ദി ചെയ്യുന്നു. 2 ഷാം, വൈകുന്നേരം കാം കർണ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ പണിയെടുക്കുക. ഉസ്നെ തക്കാവട്ട്, അവന് ക്ഷീണം, ഇസ്ഹാർ ഡാഷ് ഇസ്ഹാർ നഹി കിയ, പ്രത്യക്ഷമാവില്ല, അതായത് വെളിവാവില്ല, ഒരു ക്ഷീണവും അവിടെ കാണില്ല എന്നർത്ഥം. ഇനി ഷെയ്ത്താൻ കിസി ഏതോ ഡാഷ് ഹിദായത്ത് നഹി കർത്ത, ഹിദായത്തിലാക്കൂല, സന്മാർഗത്തിലാക്കൂല. ഡാഷ്, നാലാമത്തെ ഡാഷ് മേരെ ഹാത്ത് മേ, എൻ്റെ കയ്യിൽ ജഖ്മു ഹുവ, പരിക്ക് പറ്റിയിട്ടുണ്ട്. അഞ്ചാമത്തേത് ഇത് ക്യാ ഖൂബ്സൂറത്ത് ചമൻ, എന്തൊരു ഭംഗിയുള്ള പൂന്തോട്ടമാകുന്നു. ലാസ്റ്റത്തെ 3 10 സത്തർ ലിഖിയെ, 10 വരി എഴുതിയാലും, ജോ 5 സെ ജ്യാദാ ഹുറൂഫ് പർ മുഷ്തമിൽ ഹോ, അതും എങ്ങനെ ആവണം, 5-ൽ കൂടുതൽ ഹർഫുകൾ എന്തായാലും അതിൽ ഉൾക്കൊള്ളണം, അതായത് എല്ലാ ഹർഫുകളും ഉൾക്കൊള്ളിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് എഴുതുക. ഇതുവരെ പലരും അടിപൊളിയാക്കി എഴുതി തന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടുണ്ട്, അതായത് വ്യക്തമായി നോക്കിയിട്ടില്ലെങ്കിലും അതായത് അയച്ചു തന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നല്ല പോലെ എഴുതുക. നമ്മൾ മാർക്ക് ഇടുന്ന നേരത്താണ് ഇതെല്ലാം ഇരുത്തി എഴുതുക, കാരണം നമുക്ക് ഇരുത്തി നോക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.